പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ഞാൻ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പരാതി പറയാൻ പറഞ്ഞു. അങ്ങനെ പരാതി കൊടുത്തു. പക്ഷെ അന്വേഷണമില്ല. ആ ജയന്തനെ ഒരു ഇര വേട്ടക്കാരനെ കുറിച്ച് പറയുമ്പോൾ വേട്ടക്കാരൻ ഏത് പാർട്ടിയാവട്ടെ, ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ശരി, കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കളമശ്ശേരിയിൽ തന്നെ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളെ കുറിച്ച് ആക്ഷേപം വന്നപ്പോൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ. ഇനി നടപടിയെടുക്കുന്ന ഗവൺമെൻറ്റാണ്. പക്ഷേ ഗവൺമെൻറ് നടപടിയെടുക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും വലിയ കുറ്റം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരനാണ്. കളമശ്ശേരി ജയന്തൻ അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ജയന്തൻ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സമരം നടത്തി ഈ സഭയിലെ അംഗമായിട്ടുള്ള അനിൽ അക്കരേനെയാണ് പോലീസ് തല്ലിയത്. ജയന്തൻ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ സഭയിലെ അംഗത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് പിന്നെ എങ്ങനെയാണ് സാർ പീഡന കേസുകളൊക്കെ പിടിക്കാൻ പറ്റുക? വ്യക്തം ഇവിടെ ബഹളം വെച്ചിരുന്ന കാര്യമുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ സീറ്റിലിരിക്കും. ഇത്രയും ഗൗരവമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ട് ഇത് കണ്ടില്ല ചെയ്യാൻ കഴിയുമോ? കൊട്ടിയൂരാത്ത സംഭവം. കൊട്ടിയൂര് ശരിയാണ്, പീഡനത്തിൻ്റെ കാരണക്കാരനെ അറസ്റ്റ് ചെയ്തു. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകളില്ലേ സാർ? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആ പീഡനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കാൻ പോവാണെന്ന്. മിക്കവാറും പോലീസിൻ്റെ നടപടികൾ കൊണ്ട് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഇത് കാര്യങ്ങൾ പറയുമ്പോൾ ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ള കാര്യങ്ങൾ നിയമസഭയിൽ തന്നെയല്ലേ സാർ പറയേണ്ടത്, അല്ലാണ്ട് നിയമസഭയ്ക്ക് പുറത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. നിയമസഭയിൽ പറയേണ്ട കാര്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് സാർ. അതുകൊണ്ട് ഈ കേസിൽ പ്രതികളെ പിടിക്കുന്നു എന്ന് പറഞ്ഞ് പിടിച്ചിട്ട് അവർ രക്ഷപ്പെടാനുള്ള അവസരമാണ് ഇവിടെ പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്. പ്രതിയെ പിടിച്ചാൽ പ്രതിയെ പിടിച്ചു, പക്ഷെ കോടതിയിൽ ചെന്നാൽ പ്രതി ഉയി പോകുന്ന സംഭവം. ഇതുപോലെ നിരവധി സംഭവം ഓരോ ദിവസവും പത്രം നോക്കിയാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തുണ്ടായ സംഭവം, ഭിന്നശേഷി യുവതിയെ പീഡിപ്പിച്ച സംഭവം കേസെടുത്ത് ഇല്ല എന്ന് പരാതി. എന്നാണ് 8/3. അതായത് വിഴിഞ്ഞത്ത് വീട്ടിൽ ആളില്ലാതിരുന്ന സമയം ഭിന്നശേഷിയുള്ള യുവതിയെ ബന്ധുവായ യുവാവ് പീഡിപ്പിച്ച സംഭവം ഇന്നത്തെ പത്രത്തിലെ വാർത്തയുണ്ട് സാർ. തിരക്ക് പിടിക്കണ്ട, ഉള്ള കാര്യമല്ലേ പറഞ്ഞു. ഇവിടെയല്ലേ പറയാൻ പറ്റൂ. പൊതുവായി നമ്മളൊരു സമയമുണ്ടല്ലോ നമുക്ക്. അല്ല, പൊതുവായിട്ടുള്ള സമയമുണ്ട് സാർ. ഇവിടെ പലപ്പോഴും അങ്ങേക്ക് അറിയാൻ അടിയന്തര പ്രമേയത്തിന് കഴിഞ്ഞ നിയമസഭ 20 മിനിറ്റ് വരെ സമയം അസ്വസ്ഥ പ്രകടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ സാർ? സാർ, ഇവിടെ ഭിന്നശേഷിയുള്ള യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ നോട്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. ഒരു യുവാവിനെതിരെ പ്ലീസ് അങ്ങ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. പ്ലീസ് കൺക്ലൂഡ്. സാർ, ഒരു ഭിന്നശേഷിയുള്ള യുവതിയെ പീഡിപ്പിച്ച കേസിൽ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ആ പരാതിയെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്ന ആക്ഷേപം വരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗണിതശാസ്ത്രത്തിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് 3 വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനികൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചു. വിദ്യാഭ്യാസ മന്ത്രി രജിസ്ട്രാർക്ക് കൊടുത്തു. രജിസ്ട്രാർ പറഞ്ഞത് ഈ പ്രൊഫസറെ മാറ്റി നിർത്തി അന്വേഷിക്കണം എന്ന് പറഞ്ഞു. എന്തായി സാർ? ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് സാർ ഈ കഴിഞ്ഞ 6 മാസത്തേരം മറ്റേ പുതിയ കണക്ക് പറയുന്നില്ല. എന്ത് പറയുമ്പോഴും കഴിഞ്ഞാണ് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരല്ലേ സാർ? ഇതാണോ ശരിയാക്കുന്നത്? ഇങ്ങനെയാണോ സ്ത്രീകളെ ശരിയാക്കുകയാണോ? കുട്ടികളെ ശരിയാക്കുകയാണോ? പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ ശരിയാക്കുകയാണോ സാർ ഈ സർക്കാരിന്റെ ജോലി? സാർ, ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ സാർ, ഇവിടെ ഒരു കുട്ടി മരിച്ച് ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് മരണപ്പെട്ടതിന് ഒരു DGP മാറ്റിയ ഗവൺമെന്റിന് എന്തുകൊണ്ട് ഇത്രയും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു DGP? സാർ, മറ്റൊന്ന് ചോദിക്കട്ടെ. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വളരെ ആവേശത്തോടെ പറഞ്ഞു, ആകാശത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കരിമേഘങ്ങളെ റഡാർ വെച്ച് കണ്ടുപിടിച്ച് രാസപ്രയോഗത്തിലൂടെ മഴ പെയ്യിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഈ പാവപ്പെട്ട പെൺകുട്ടികളെ അവിടെ പിച്ച് ചെയ്യുമ്പോ കാഴ്ചക്കാരായി നോക്കിയിരിക്കുന്ന ശരിയാണോ സാർ? അതുകൊണ്ട് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകൾക്ക് രക്ഷയില്ല, സ്ത്രീകൾക്ക് മാനവും മര്യാദയും നഷ്ടപ്പെടുന്ന ഈ സാഹചര്യം ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ശക്തമായിട്ട് ആവശ്യപ്പെടുക.